പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ തീർത്ഥാടനത്തിന് വരുമ്പോൾ നമ്മുടെ പ്രധാന ഒരു ലക്ഷ്യം ദൈവത്തിന് നന്ദി പറയുക എന്നതാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ദാവീദ് ഇങ്ങനെ കൂടാരത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അനുസ്മരിച്ചു കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ, കർത്താവ് ദാവീദിന് മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം അനുസ്മരിച്ചു. എന്നിട്ട് എന്തിനാണ് തന്നെ തിരഞ്ഞെടുത്തത്? തൻ്റെ സ്വന്തമായിരിക്കാൻ, എന്നേക്കും ദൈവത്തിൻ്റെ ജനമായിരിക്കാൻ, ഒരിക്കലും മാറിപ്പോകാത്തൊരു കുടുംബമായി മാറാൻ. അതൊക്കെ ഈ ദാവീദ് ഇങ്ങനെ ഇരുന്ന് അനുസ്മരിക്കുക. 2 സാമുവേൽ 7-18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കും ആ ഒരു ചിന്ത നമ്മളെ നയിക്കട്ടെ. ഈ കുർബാന സമയത്തിലുടനീളം ദൈവത്തിന് നന്ദി പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കർത്താവ് വഴി നടത്തിയ ദിനങ്ങൾ, അനുഭവങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചത്? കൂടെ ഒരിക്കലും മാറിപ്പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം അനുസ്മരിച്ച് നല്ല തീരുമാനമൊക്കെ എടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് നന്നായിട്ട് നമുക്ക് ബലിയർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങ് ഇഷ്ടാനുസരണം നയിക്കണമേ.
അങ്ങനെ അങ്ങേ പ്രിയപുത്രന്റെ നാമത്തിൽ സൽപ്രവൃത്തികളാൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സാമൂലിന്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് നാഥാൻ ദാവൂദ് രാജാവിനോട് സംസാരിച്ചതിന് ശേഷം കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു. ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്ക് എത്ര നിസാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി. കർത്താവേ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ സുസ്ഥിരമാകട്ടെ. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, ഞാൻ നിൻ്റെ വംശം ഉറപ്പിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് തന്നെ ദൈവം. അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദിയും. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവേ, ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ. അവൻ കർത്താവിനോട് ശപഥം ചെയ്തു. യാക്കോബിൻ്റെ ശക്തനായവനോട് സത്യം ചെയ്തു. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവിനൊരു സ്ഥലം, ഒരു വാസസ്ഥലം കണ്ടെത്തുന്നത് വരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല. ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിനോട് കർത്താവ് ഒരു ശപഥം ചെയ്തു. അവിടെ നിന്ന് പിന്മാറുകയില്ല. നിൻ്റെ മക്കളിൽ ഒരുവനെ നിൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഉപേക്ഷനാക്കും. എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിൻ്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിൻ്റെ സിംഹാസനത്തിൽ വാഴും. ദൈവമായ കർത്താവ് പിതാവിൻ്റെ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവ് സിയോനെ തിരഞ്ഞെടുത്തു. അതിനെ തൻ്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം. ഞാനിവിടെ വസിക്കും. എന്തെന്നാൽ ഞാനത് ആഗ്രഹിച്ചു. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്
നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനത്തോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ? പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾ കളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഒന്നാമത്തെ വായന സാമുവൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഇന്നലത്തേതിൻ്റെ തുടർച്ചയാണ്. 7-ാം അധ്യായം 1 മുതൽ 17 വരെയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഇന്ന് 18 മുതൽ 29 വരെ. അത് ദാവീദ് നന്ദി പ്രകാശിപ്പിക്കാൻ, അതാണ് ടൈറ്റിൽ. ദൈവവചന ശുശ്രൂഷ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. ഈശോ സിനഗോഗിൽ പ്രവേശിച്ചപ്പോൾ ഈശോയ്ക്ക് നൽകപ്പെട്ട പുസ്തകം നൽകപ്പെടുമ്പോൾ വിലയുള്ളതായിട്ട് സ്വീകരിക്കണം. ഈ കുർബാന പോലും നൽകപ്പെടുന്നതാണ്. ഭയഭക്തി ആദരവോടെ സ്കാഫൊക്കെ തലയിൽ ധരിച്ച്, ഫുൾ വസ്ത്രം ധരിച്ച്, അങ്ങനെ ഇത് നൽകപ്പെടുന്നതാണ്. കർത്താവിൻ്റെ ബലി നൽകപ്പെടുന്നതാണ്. അല്ല, 9 മണിക്കൊരു മലയാളം കുർബാന. ഈ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രം മലയാളി തീർത്ഥാടകർക്ക് നൽകപ്പെട്ടതാണ്. അത് നമ്മളത് വിലയുള്ളതായിട്ട് സ്വീകരിക്കുക. എന്തൊരു മഹാഭാഗ്യമാണ് ഈ അൾത്താരിൽ നിന്ന് പ്രവേശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നൽകപ്പെടുന്നതാണ്. നൽകപ്പെടുമ്പോഴൊക്കെ സ്വീകരിക്കണം. പിടിച്ചു വാങ്ങാൻ പറ്റില്ല. വീട്ടിലിരുന്ന് ആഗ്രഹിച്ചാൽ കിട്ടണമെന്നില്ല. നൽകപ്പെടുമ്പോഴൊക്കെ സ്വീകരിക്കുക. അതാണ് ഇന്ന് ദാവീദിൻ്റെ നന്ദി. അതാണ് ദാവീദിനെ കുറേ അനുഗ്രഹിച്ചു. ആട് മേയ്ക്കുന്നവനായിരുന്നല്ലോ നീ, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തല്ലോ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും കർത്താവിൻ്റെ പേടകത്തിൽ ദൈവസാന്നിധ്യമുണ്ട്. പക്ഷേ സ്ഥിരമായി കർത്താവിന് വസിക്കാൻ ഒരാലയം വേണം. അത് 2 സാമുവേൽ 7:5 വാക്യമാണ്. നീ എനിക്കൊരാലയം പണിയോ? ഞാനിങ്ങനെ ഒരിക്കലും നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടില്ല, നടക്കുകയായിരുന്നു, സഞ്ചരിക്കുകയായിരുന്നു. എന്നെ ഒന്ന് ഇരുത്തുവോ എന്ന് ചോദിക്കുന്ന പോലെ നിന്നിൽ ഞാനൊന്ന് ഇരിക്കട്ടെ. അങ്ങനെ ദേവാലയം പണിയുന്നതിനെക്കുറിച്ച്, നീ ദേവാലയം പണിതാൽ നിന്നെ ഞാൻ അനുഗ്രഹമാക്കും. അങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ദാവീദ് നന്ദി കൊണ്ട് നിറയാണ്. ദൈവമേ, ആട് മേയിച്ചിരുന്ന എന്നെ രാജാവാക്കി മാറ്റി ഉന്നതനായ ദൈവം എന്നോട് പറയുന്നത് എനിക്ക് നിന്നിൽ വസിക്കണം, നീ എനിക്കൊരു ദേവാലയം പണിയുമോ എന്ന് മാത്രമാണല്ലോ കെഞ്ചുന്നത് പോലെ ദൈവം പറയുക. അപ്പം ദാവീദ് കൂടാരത്തിൽ പ്രവേശിച്ച് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അതാണ് ദാവീദ് ചെയ്ത ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിച്ചു. ഇത് ഇന്നത്തെ സുവിശേഷമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തുമ്പോഴും സുവിശേഷത്തിൽ വിളക്ക് പറയുടെ കീഴിൽ വയ്ക്കാനുള്ളതല്ല, വിളക്കാകാനുള്ളവരാണ് നമ്മൾ. അപ്പം വിളക്കാകുക അത് വെളിപ്പെടുത്തപ്പെട്ടു ഇല്ല, സുവിശേഷത്തിൽ പറയുന്ന കാര്യമാണ്. വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു ദൈവത്തിൻ്റെ കരുണ. ഇത്രയും കാലം പ്രവാചകന്മാരിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം, പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ
തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പുത്രൻ വഴി, അതാണ് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം വിളക്ക് അല്ല, വിളക്കാകേണ്ട നമ്മൾ, യോഹന്നാനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 5:35 അവൻ കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു. വിളക്ക് പറയുടെ കീഴിൽ വയ്ക്കാനുള്ളതല്ല. അപ്പം വിളക്കാകാനുള്ള വിളിയാണ്. പ്രകാശമാരാ? പ്രകാശം ഈശോയാ. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പം ലോകത്തിൻ്റെ പ്രകാശം കത്തിജ്വലിപ്പിക്കാൻ വേണ്ടി നിനക്ക് നീയാകുന്ന വിളക്കിൽ അത് തന്നിരിക്കുക. നിന്റെ ഉള്ളിലെ പരിശുദ്ധ കുർബാന ഇറങ്ങി വരുന്നത് പോലെ നിന്നെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ഈശോ. നീ വിളക്കാകേണ്ട ജീവിതമാണ്. വിളക്കാകേണ്ട ജീവിതം. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ധ്യാനിച്ചു കഴിയുമ്പോൾ വിളക്കാകേണ്ട ജീവിതം, അങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം വയ്ക്കേണ്ട ജീവിതം, വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം മദ്യപാനം നടത്തിയാൽ വിളക്കാണോ? ഇനി കുർബാനയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വന്നിരിക്കുന്നത് പോലെ ഷോർട്സ് ഒക്കെ ധരിച്ച് കാലുമ്മേൽ കാലും കെട്ടിയിരുന്ന് സ്കാഫൊന്നും ധരിക്കാതെ അങ്ങനെ വന്നിരിക്കുമ്പോൾ വിളക്കാകേണ്ട നമ്മൾ ഇവിടെ പറയുടെ അടിയിൽ കൊണ്ട് വെച്ച പോലെയല്ലേ? ഇങ്ങനെ ചിന്തിക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മളിത് ഏശിയല്ല, ഈ വചനമൊന്നും നമ്മൾ സ്പർശിക്കില്ല. നമ്മൾ വിളക്കായിരിക്കേണ്ട ഈ കുർബാന സമയത്ത് വിളക്കിനെ പോലെ പ്രവർത്തിക്കേണ്ട നമ്മൾ, ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മിലൂടെ പ്രകാശിക്കാൻ നമ്മൾ ഒരു മാതൃക പോലും കൊടുക്കുന്നില്ല എങ്കിൽ അതാണ്. അപ്പം ദാവീദ് അങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ എന്നെ ഈ ഉള്ളവനെ ആട്ടിടയനായിരുന്ന എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കയറിയും അവൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് 2 സാമുവേൽ അത് 7 19 മുതൽ 22 വരെ അവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അനുസ്മരിക്കുകയാണ്. അങ്ങ് കർത്താവേ, ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബം എന്താകുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്? എനിക്ക് വല്ല യോഗ്യതയുണ്ടോ? കർത്താവേ, അങ്ങേക്കിത് നിസ്സാരമാണ്. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതിലധികമായി അടിയൻ അങ്ങയോട് എന്ത് പറയാനാകും? ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം അതാണ് ഇത് അനുസ്മരിക്കുക. അപ്പോൾ ദാവീദിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ഈ വചനങ്ങളിലൂടെ. എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞാനിങ്ങനെ അനുഗ്രഹിക്കുന്നത്? നിന്നെ കൂദാശകൾ തന്ന്, ഇങ്ങനെ കത്തോലിക്ക വിശ്വാസം തന്ന് ഒരു പ്രത്യേക ജനമായി നിന്നെ ഉയർത്താൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 സാമുവേൽ 7:23 അതിപ്രകാരമാണ്. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അടിമത്തത്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനമില്ല. സ്വന്തം ജനമായിരിക്കുക, ദൈവത്തിന് സ്വന്തം ജനമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വചനങ്ങൾ ഒരുപാടുണ്ട്. രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവം കരുണ കാണിക്കയില്ലേ, നീതി നടത്തി തരികയില്ലേ, അതിന് കാലവിളംബം വരുത്തുവോ, താമസം വരുത്തുവോ എന്ന് ചോദിച്ചിട്ട് അത് ലൂക്ക 18:7 നിയമാവർത്തനം 4:7 ദൈവം ഇങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഇത്ര സമീപസ്ഥനായിരിക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അപ്പൊ ഇങ്ങനെ ദൈവം തന്നെ ഇങ്ങനെ പറയണം, ഇത്ര അനുഗ്രഹമുള്ള, അതുപോലെ തന്നെ ഇങ്ങനെ നിയമങ്ങളൊക്കെ തന്നിട്ടുള്ള, കുമ്പസാരിക്കണം, കൽപ്പനകൾ പാലിക്കണം, ഇങ്ങനെ നിയമങ്ങളൊക്കെ തന്നിട്ടുള്ള വേറെ ജനതയ്ക്ക്, ഒരൊറ്റ ജനതയ്ക്ക് ഇങ്ങനെ തന്നിട്ടില്ലെന്നേ. നമ്മൾ നോക്കാം മറ്റുള്ള വിഭാഗങ്ങൾ, നമ്മൾ നോക്കാം വേറെ ഏത് ജനതയ്ക്കാണ് ഇങ്ങനെ അടുക്കും ചിട്ടയോടുകൂടെ ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ, കത്തോലിക്ക വിശ്വാസ ജീവിതം അവൻ്റെ ഭൗതിക ജീവിതത്തെ പോലും ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അങ്ങനെ വേറെ ഏത് ജനതയുള്ളത്? അത് സങ്കീർത്തനം 147 19 20 വചനങ്ങളിൽ അത് പറയാം. ഇങ്ങനെ ഒരു ജനത്തിനും ഇതുപോലെ നിയമങ്ങളൊന്നും തന്നിട്ടില്ല. നല്ലതുപോലെ പോകാൻ നിയമങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ജനത അതാണ്. അപ്പോൾ ഇങ്ങനെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 24 വാക്യത്തിൽ പറയുന്നത്, എന്നേക്കും അങ്ങയുടെ ജനം, സ്വന്തം ജനമായിരിക്കണം എന്നേക്കും, അവസാനം വരെ. അതിന് വ്യത്യാസമില്ല. പള്ളി വരുമ്പോൾ അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് വരുമ്പോൾ സ്വന്തം ജനത, പിന്നെ കള്ളുഷാപ്പിലിരിക്കുമ്പോൾ സ്വന്തം ജനതയല്ല,
പിന്നെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ സ്വന്തം ജനത, വ്യഭിചാരം ചെയ്യുമ്പോൾ സ്വന്തം ജനതയല്ല, അങ്ങനെയല്ല. എന്നേക്കും സ്വന്തം ജനത. ഇനി 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനനുഗ്രഹിക്കുവാൻ തിരുവുള്ളമുണ്ടാകണം. ഒരിക്കലും മാറിപ്പോകാത്ത, സൗകര്യത്തിന് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയല്ല, നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്നു, അങ്ങനെയല്ല, കർത്താവിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന. അപ്പം എങ്ങനെയൊക്കെയാണ് സ്വന്തം ജനതയായിരിക്കാൻ, എന്നേക്കും ദൈവത്തിൻ്റെ ജനതയായിരിക്കാൻ, ഒരിക്കലും ദൈവത്തിൻ്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോകാത്ത, വിട്ടുനിൽക്കാത്ത ഒരു ജനതമായിരിക്കാൻ വേണ്ടി. ഇത് സങ്കീർത്തനം, ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ അത് 132-ാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിലും 12-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും. ഇപ്പം കൽപ്പനകൾ തന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ, സ്വന്തം ജനമായിരുന്നാൽ, എന്നേക്കും ദൈവത്തിൻ്റെ ജനമായിരുന്നാൽ, ഒരിക്കലും മാറിപ്പോകാത്ത ജനമായിരുന്നാൽ, കൽപ്പനകൾ പാലിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അതിങ്ങനെ പറയുകയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്വന്തം ജനമാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വീണ്ടും പറയുകയാണ്. 2 സാമുവേൽ 7:23-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുകയാണ്, അവർക്ക് വേണ്ടി അങ്ങ് നിർവഹിച്ച അത്ഭുതകരമായ മഹാകാര്യങ്ങൾ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരത്തിയിരിക്കുന്നു. കീർത്തി പരത്താൻ, അതിന് പറയുടെ കീഴിൽ വയ്ക്കാനല്ല. ഇങ്ങനെ പ്രകാശമാകുന്ന ഈശോ നാമാകുന്ന വിളക്കിലൂടെ പ്രകാശിച്ച് അതൊരു കീർത്തി, ദൈവത്തിൻ്റെ കീർത്തി പരത്താൻ നമ്മൾ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തുന്നു. പോയി ദുരാചാരം ചെയ്താൽ, എന്തെങ്കിലും ചരട്, തൂവാല, താഴ് ഇങ്ങനെയുള്ള പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ കീർത്തി പരത്തുന്നുണ്ടോ? ദൈവമാണ് ഏകരക്ഷകൻ, ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നുണ്ടോ? നമ്മൾ പറയാണ് ചരട് കെട്ടിയാലാണ് കുട്ടി ഉണ്ടാകുക. ഇനി ചിലപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, മുട്ടിനിറങ്ങി പ്രാർത്ഥിക്കുന്നു, കുർബാന കൂടി പ്രാർത്ഥിക്കുന്നു, മരിയൻ അൾത്താരയിൽ പോയി പ്രാർത്ഥിക്കുന്നു, ആരാധന ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുന്നു, കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കൂടെ അറിയാതെ ഒരു ദുരാചാരവും കൂടി ചെയ്തു. പക്ഷെ എങ്ങനെയോ അനുഗ്രഹിക്കപ്പെട്ടു, കുട്ടിയുണ്ടായി, വിവാഹം നടന്നു. പക്ഷേ നമ്മൾ പറയുന്നത് ചരട് കെട്ടിയിട്ടാണ് കല്യാണം നടന്നത്, തൂവാല കെട്ടിയിട്ടാണ് കുട്ടിയുണ്ടായത്. പക്ഷേ ഈ ചെയ്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. കുമ്പസാരിച്ചത് കൊണ്ടാണോ, പള്ളിപ്പോയി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, മുട്ടിനിറങ്ങി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, കുർബാനയിൽ പങ്കെടുത്തത് കൊണ്ടാണ്, അത് പറയുന്നില്ല. മനസ്സിലായോ? അമ്മ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു, അത് കഴിച്ചു. അപ്പോൾ അടുത്ത വീട്ടിലെ ചേട്ടനൊരു ചോക്ലേറ്റ് കൊണ്ടുവന്നു. അപ്പോൾ പറയാണ്, ഈ ചോക്ലേറ്റിനാണ് രുചിയെന്ന്. വളർത്തി അമ്മ വലുതാക്കി, അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം, അതിനൊരു മൈൻഡില്ല, ഒരു വിലയില്ല. അവസാന നാടുകളിൽ പുത്രനിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ച് നമുക്ക് കുർബാന ഇങ്ങനെയുള്ള വിരുന്നെല്ലാം തന്ന് നമ്മളെ വിശുദ്ധീകരിച്ച് പരിപോഷിപ്പിച്ചിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു ലൊട്ടിലൊടുക്ക് ദുരാചാരം ചെയ്തിട്ട് ക്രെഡിറ്റ് മുഴുവൻ ദുരാചാരത്തിന്. അപ്പൊ കീർത്തി പരത്താൻ വേണ്ടി വിളിച്ചിട്ട് പറയുടെ മുകളിൽ, കീഴിൽ വെക്കാനല്ല, പീഠത്തിന്മേൽ വെക്കേണ്ട വിളക്ക് പോലെ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പരത്തേണ്ടതിന് പകരം ചിന്തയിലും വാക്കിലും എന്താണ് പരത്തിയത്? ചപ്പാത്തി പരത്തണ പോലെ പരത്തണ്ടേ, വ്യാപിപ്പിക്കണ്ടേ? ഈശോ എന്ന നാമത്തിന്റെ അത്ഭുതം വ്യാപിപ്പിക്കണ്ടേ? ഈശോ രക്ഷകനാണെന്നൊന്ന് പരത്തണ്ടേ, പ്രഘോഷിക്കണ്ടേ? പ്രവൃത്തിയിലൂടെ അല്ല, സ്കാഫ് ധരിച്ച് വരേണ്ടവരെ ഷോർട്സ് ധരിക്കാതെ വരണം. അങ്ങനെ ഒരു അടുക്കം ചിട്ടയുള്ള ഒരു ഫോർമേഷൻ, ഡിസിപ്ലിനുള്ള ഒരു ജനത, അത് ദൈവാരാധനയ്ക്ക് വരുന്നത് ബീച്ചിലൊക്കെ നടക്കുന്നത് പോലെ വരുന്നു, അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന പോലെ വരുന്നു, സിനിമയ്ക്ക് പോകുന്നത് പോലെ വരുന്നു, തോന്നിയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ദൈവാരാധനയ്ക്ക് വരുന്നു. അപ്പോൾ എന്താ പരത്തുന്നത്? 70 വയസ്സുള്ള അപ്പനും അമ്മയും ഒക്കെ അവർ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ നല്ല പരത്തിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ അന്തസ്സുള്ള ഈശോ അനുയായികളാണ് എന്ന് പറഞ്ഞ് അവർ പരത്തിയ. അപ്പം 70 വയസ്സുള്ളവർ 30 വയസ്സുള്ളവർക്ക് മാതൃക കൊടുക്കുകയാണ്. ഇപ്പം 30 വയസ്സുള്ളവൻ ഇപ്പൊ 10 വയസ്സുള്ളവന് മാതൃക കൊടുക്കുന്നില്ല, പരത്തുന്നില്ല, പ്രഘോഷിക്കുന്നില്ല. ക്രിസ്തുവിന്റെ കീർത്തി, ദൈവത്തിന്റെ കീർത്തി പരത്തണ്ടേ? പ്രകാശം ആകുന്ന ഈശോയെ വിളക്കില ഇങ്ങനെ തെളിയിച്ച് പിടിച്ചിങ്ങനെ ഞാൻ ഈശോയെ അറിഞ്ഞ ആളാണ് എന്ന് പറഞ്ഞ് പരത്തണ്ടേ? അതാണ്. അപ്പം പ്രഘോഷിക്കപ്പെടണം. അത് 2 സാമുവേൽ 7:26 അത് വീണ്ടും പറയുകയാണ്. അത്
സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. പരത്താനും കീർത്തി പരത്താനും പ്രഘോഷിക്കപ്പെടാനും അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2 അനുഗ്രഹമാണ് വേണ്ടത്. ദാവീദ് ഇന്നത്തെ വചനത്തിൽ ദാവീദ് പറയുകയാണ്, അത് എന്താണ് കർത്താവേ, ഞാനിതിനൊക്കെ തയ്യാറാണ്, പക്ഷേ അങ്ങ് പറഞ്ഞ ഈ വചനം സ്ഥിരപ്പെടുത്തണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. അത് 2 സാമുവേൽ 7:25 2 സാമുവേൽ, ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോട് കുടുംബത്തോടും അരുളി ചെയ്ത വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. അങ്ങത് ഞാൻ ചിലപ്പോൾ മാറിയൊക്കെ പോയാലും അങ്ങത് മാറ്റിക്കളയല്ലേ. ദാവീദ് പ്രാർത്ഥിച്ചില്ലേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, അങ്ങയുടെ വചനം എന്നിലത് പൂർത്തീകരിക്കണമേ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളത് കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അത് അനുദപിച്ച് തിരിച്ചു വന്നാൽ, കർത്താവെ, ആ ആദ്യം പറഞ്ഞത് മാറ്റിക്കളയല്ലേ, ആ വചനത്തെ സ്ഥിരപ്പെടുത്തണമേ. പിന്നെ പറയുന്നത് അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. കർത്താവിൻ്റെ അനുഗ്രഹം അത് 29-ാമത്തെ വാക്യത്തിലാണ്. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമുണ്ടാകണമേ. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലേ. നമ്മളെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? സ്വന്തം ജനമാകാൻ, എന്നേക്കും ജനമാകാൻ, ഒരിക്കലും മാറിപ്പോകാത്ത ജനമാകാൻ. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? കീർത്തി പരത്താൻ, പ്രഘോഷിക്കാൻ. അപ്പോൾ ഇതിൽ നിലനിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് തരണം? അങ്ങ് പറഞ്ഞ വാക്ക് മാറ്റിപ്പറയല്ലേ, ഇനി മാറ്റിപ്പറയല്ലേ. ഞാൻ ചെറുതായിട്ടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ തിരിച്ചു വന്ന് അങ്ങയുടെ സന്നിധി ഇരിക്കുകയാണ്. മാറ്റിപ്പറയല്ലേ, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമുക്കതുകൊണ്ട് ഇന്ന് സങ്കീർത്തനം 132 അതിൽ 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരു ദീപത്തെക്കുറിച്ച് പറയുക. ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും, എൻ്റെ അഭിഷിക്തന് വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ദീപം, പ്രകാശം പരത്താനുള്ള ദീപത്തെ പോലെ നിന്നെ ഒരുക്കിയിരിക്കുകയാണ്. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. നമ്മൾ ഇതെല്ലാം ഒന്ന് ചിന്തിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തത്? സ്വന്തം ജനമാകാൻ, ഒരിക്കലും മാറിപ്പോകാത്ത വിധത്തിൽ. ചില നേരത്ത് മാത്രമല്ല സ്വന്തം ജനത, മുഴുവൻ സമയം സ്വന്തം ജനത കീർത്തി പരത്താൻ വേണ്ടി. അതിന് കർത്താവ് വചനത്തിൽ നിന്ന് മാറല്ലേ. കർത്താവെ, അങ്ങ് പറഞ്ഞ വാഗ്ദാനത്തിൽ നിന്ന് മാറല്ലേ. അതാണ് മറിയം പറഞ്ഞത്, ഇതാ കർത്താവിന് ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കും, എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ്, വചനം സ്ഥിരപ്പെടുത്തണമേ, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, ജീവനേകം ഭോജ്യമായി പിരിയാതെയൻ നാഥനെ ഉള്ളിൽ വാഴണമേ. യേശുവേ, നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേക്കാം ഞാൻ. പരിശുദ്ധമ്മേ, സഹായിക്കണമേ. സ്ഥിരമായി ആ വചനം മാംസമായി ഉള്ളിലേക്ക് സ്വീകരിച്ച നിമിഷം മുതൽ അവസാനം വരെ ഈശ്വര കൂടെ നടന്ന്, കുരിശിഞ്ചെവിട് വരെ നടന്ന്, അങ്ങനെ ഒരു വലിയ പ്രകാശത്തെ തെളിയിക്കുന്ന ഒരു വിളക്ക് പോലെ പ്രകാശിച്ച പരിശുദ്ധ മറിയമേ, ഞങ്ങളെയും ദൈവമാകുന്ന പ്രകാശം പ്രകാശിപ്പിക്കേണ്ട, ദൈവത്തിൻ്റെ മഹത്വവും അനുഗ്രഹവും പ്രകീർത്തിക്കേണ്ട ഒരു വിളക്ക് പോലെ ആയിരിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നും യാഗമേക അൾത്താരമൊന്നില കീടുന്നു,
ജീവനാഥ കാഴ്ചയേകാം നിതാ ഞാൻ വരുന്നു എൻ ജീവിതം ഇന്നും യാഗമേകാം താരമണ്ണില ഏകിടുന്നു എൻ ജീവനേ എൻ ജീവനാഥ പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കാൻ കനിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമന്ത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിരഞ്ഞുമതയും വിണ്ടലമോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ
യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രത്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളെ അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുണിയാടി എൺകളിൽ കണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുണിയാടി എൺകളിൽ കണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുണിയാടി എൺകൾ സമാ നൽകണമയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ,